നമുക്കറിയാം കെ അബ്രഹാം, അദ്ദേഹം പതാകയെ പറ്റി പ്രസംഗിച്ചു എന്ന് പറഞ്ഞെന്തോ കോളിളക്കമാണ്. ഇനി ത്രിവർണ്ണ പതാക, മുകളിൽ കുങ്കുമം, അടിയിൽ പച്ച, നടുക്ക് വെള്ള. അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ് മുകളിൽ കാണുന്ന ഈ കുങ്കുമം. ഈ താഴെ കാണുന്ന പച്ച അതല്ല, അത് സസ്യസമ്പൂർണമായ ഭാരതഭൂമിയുടെ ഐശ്വര്യത്തെ സൂചിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇത്തിരി കാശും പുത്തനും ഒക്കെ ഉള്ള ആൾക്കാരാ പച്ച. പക്ഷെ നടുക്കത്തെ വെള്ളയുണ്ടല്ലോ, അത് നമ്മളാ. ദേശീയ പതാകയുടെ നടുക്ക് വെള്ള കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല, ഈ ചക്രം ഉണ്ടല്ലോ, ഈ അധികാരത്തിന്റെ ചിഹ്നം അശോകചക്രം, അത് വെള്ളയല്ല. അത് പച്ചയ്ക്കും കൊടുത്തില്ല, കുങ്കുമത്തിന് ദൈവം കൊടുത്തില്ല, അത് വെള്ളക്കാണെന്ന് ഗോറി. അശോകചക്രം എന്നതിന്റെ പേര്. ശോകം ദുഃഖം, അശോകം ദുഃഖം മാറുമെന്ന്. അപ്പോൾ ദുഃഖം മാറണമെങ്കിൽ വെള്ള വരണം. നീ പച്ചയാണേലും വരണം, കുങ്കുമമാണേലും ദുഃഖം മാറണേ, വെള്ള വരണം. ഹല്ലേലൂയ. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞു വീഡിയോ പിടിക്കരുതെന്ന്. നാശമൊപ്പിക്കുന്ന ആൾക്കാർ പലയിടത്തും ഉണ്ട്. യാതൊരു തൊഴിലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഭാര്യയെ ജോലിക്ക് വിട്ടേച്ച് കൊച്ചിന് ബിസ്ക്കറ്റും കൊടുത്തവൻ ഇരിക്കുക, അവള് പോയി കിടന്നങ്ങ് പണിയുക. ഒരു പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗം കേട്ടെങ്കിൽ അതെന്താ സന്ദർഭോചിതമായിട്ട് എന്തുവാ. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും പദപ്രയോഗങ്ങളിലും ശൈലികളിലുമൊക്കെ അപാകതകൾ വരും. Subscribe and follow me.